ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു നോമ്പ് തുറ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഇക്കാട് ചിന്നാട് വീട്ടിൽ വെച്ചാണ് നോമ്പ് തുറ. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ കുറേ ദിവസമായാലും വ്ളോഗൊക്കെ ചെയ്തിട്ട് എന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് എടുത്തതാണ്. അപ്പം ഞാനിവിടെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നപ്പോൾ വ്ളോഗ് എടുക്കണമെന്ന് ചിന്തിച്ചില്ലായിരുന്നു, അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നീടാണ് പെട്ടെന്ന് ഞാൻ കുറേ നാളായി ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു, ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാം സെറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. പിള്ളേരെയൊക്കെ കൊണ്ടുവരണമല്ലോ. വീട്ടിൽ ചെന്നപ്പോൾ മോൻ കരഞ്ഞ് സീനാണേ. പിന്നെ അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു, പാലൊക്കെ കൊടുത്തു, റെഡിയായി ഞങ്ങൾ വീണ്ടും നേരെ ചിന്നാടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ചിന്നാടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് പിള്ളേരൊക്കെ ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മേശപ്പുറത്തെ സാധനങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. ഇതെല്ലാം ഇത്താടെ സ്പെഷ്യലാണ് കേട്ടോ. ഇത്താടെ സ്പെഷ്യൽ ബ്രെഡ് പോക്കറ്റ് ഷവർമ, അതുപോലെ സമൂസ, നമ്മുടെ മുന്തിരിങ്ങ ജ്യൂസ്, സർബത്ത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. പിള്ളേരൊക്കെ ആദ്യമേ വന്ന് സീറ്റ് പിടിച്ചു കേട്ടോ. അവർക്കാണ് നോമ്പെന്നുള്ള രീതിയിലാണ് അവരെല്ലാം വന്ന് അവിടെ ഇരിക്കുന്നത്. പിന്നെ അവർക്കൊക്കെ ജ്യൂസും അതുപോലെ തന്നെ നമ്മുടെ സ്നാക്സും ഒക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനാണെങ്കിൽ എന്തെടുത്ത് വായിൽ വെക്കാമെന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഒരാളിവിടെ ഇടയ്ക്കിരുന്ന് എന്തൊക്കെയോ എടുത്ത് വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. ബാങ്ക് കേൾക്കുന്നതിനുള്ള വെയിറ്റിംഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിള്ളേരൊക്കെ സഹിച്ച് ക്ഷമിച്ചിങ്ങനെ ഇരിക്കുവാണ്. ഈ കാണുന്ന കണക്കൊന്നുമില്ല, തിന്നു തുടങ്ങി അവരൊന്നും തിന്നത്തില്ല, പക്ഷേ കാണുമ്പോൾ അവർക്ക് എല്ലാം വേണമേ. പിന്നീട് കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം ബാങ്ക് കേട്ടു. എല്ലാവരും നോമ്പ് മുറിക്കുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നോമ്പില്ലായിരുന്നു, ഞാൻ ജസ്റ്റ് അവരോട് ഇരുന്നെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു, എല്ലാവരും നിസ്കരിച്ചിട്ടൊക്കെ വന്നു. പിന്നെ ഇതാ ഇവിടെ 2 സുന്ദരി പൂച്ചകളുണ്ട് കേട്ടോ. അവരെയും കൂടെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ സ്പെഷ്യൽ ദം ബിരിയാണിയുടെ ദം പൊട്ടിക്കുവാണേ. അങ്ങനെ ദമ്മൊക്കെ പൊട്ടിക്കാനുള്ള വെയിറ്റിങ്ങിൽ ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. പൊട്ടിച്ചപ്പോൾ ഇതാ ഒരു വീശിയടി, നല്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇതും ഇത്താടെ സ്പെഷ്യലാണേ. അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. അതുപോലെ തന്നെ ചിന്നയുടെ മരുമോനിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മുട്ട ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോമ്പ് സമയത്ത് എല്ലാം കാണുമ്പോൾ നമുക്കെല്ലാം നല്ലപോലെ കഴിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷേ നമുക്കൊന്നും വയറ് നിറച്ച് കഴിക്കാൻ പറ്റില്ല. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറങ്ങ് ഫുള്ളാവും കേട്ടോ. പിന്നെ ഞാൻ വെളിയിലോട്ട് വന്നപ്പോൾ ഇതാ നല്ല രസമുണ്ടല്ലേ ആ പൂക്കൾ കാണാൻ. അപ്പോൾ അതും കൂടെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അടുത്ത ചിന്നാടെ സ്പെഷ്യൽ തരിക്കഞ്ഞി കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ റവ വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എൻ്റെ മോൾക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൾ പായസമെന്നും പറഞ്ഞാണ് കുടിച്ചത്, പക്ഷേ അവൾക്ക് അറിയില്ല ഇത് റവ വെച്ചുണ്ടാക്കുന്നതാണെന്ന്. എന്തായാലും അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചിന്നയുടെ മോളും മരുമോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്നു. പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെവിടെ പോകാനായിട്ട് ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് അവരുടെ ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ നേരത്തെ പറഞ്ഞു വിട്ടു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ 10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ